ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം ഞാനുള്ളത് വീട്ടിലാണ്, ഒജെ വില്ലയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വെറുതെ വീട്ടിലിരുന്ന സമയത്ത് പഴയ ഫോട്ടോസ് നോക്കുമായിരുന്നു. ഒജെ വില്ലേൻ്റെ വീടിൻ്റെ പഴയ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വന്നു. കാര്യം പഴയ വീട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ നമുക്ക് നല്ല ലോണും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഫുള്ള് ഡ്രൈ ലാൻഡ് പോലെ ആയിപ്പോയി, ഒന്നുമില്ല അവിടെ. കാര്യം വേറെ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു, ഇടയ്ക്ക് വെച്ച് ബേബി ഉണ്ടായി. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പിന്നെ വീട്ടിലില്ലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഫുള്ള് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് തൊട്ട് ഒന്നേന്ന് ഇനി ഫുള്ള് പ്ലാൻസ് ഒക്കെ വെച്ച് എല്ലാം സെറ്റാക്കി എടുക്കണം, അങ്ങനത്തെ ഒരു തിങ്കിങ് ആണ് ഇപ്പോൾ. വേറൊന്നുമല്ല, നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഡോർ തുറന്ന് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു നേരത്തെ കാണാൻ വേണ്ടി. ഇവിടെ നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ചൂടിൻ്റെയൊക്കെ കൂടെ കാണും. അത് മാത്രമല്ല, ഫുള്ളിങ്ങനെ പ്ലാന്റ്സ് ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് തുടങ്ങാം. ഇപ്പം നമുക്ക് കുറച്ച് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എല്ലാം തുടങ്ങാം, അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വി തോട്ട് ഒരു വീഡിയോ, ചെറിയൊരു മിനി വ്ലോഗ് പോലെ എടുക്കാമെന്നൊരു പ്ലാനാണ്. ഓൾറെഡി ഞങ്ങൾക്ക് കുറച്ച് അധികം ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസുവിൻ്റെ പപ്പയ്ക്ക് ഈ ചെടിയുടെ കാര്യത്തിൽ ഭയങ്കര ക്രൈസാണ്. പുള്ളി ഇങ്ങനെ ചെടി എവിടെ കണ്ടാലും എടുത്തിട്ട് വരുന്ന ഒരാളാണ്, മേടിച്ചിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ നിറച്ച് ചെടികളാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ച് പിക്ക് ചെയ്ത് തന്നെ കുറച്ച് ഫ്രണ്ടിൽ ചെടികളൊക്കെ വെക്കാം. ഈ കുഴികളൊക്കെ എടുക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ഓസ്വിനാണ് കേട്ടോ. ഞാനത് ഇവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ വിഷമമാകുമായിരിക്കും. ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റൈക്ക വന്നു. അപ്പോൾ റൈക്കയ്ക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ചെടിയിൽ വെള്ളം നനയ്ക്കുന്നതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ടൈം റൈക്കയുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മൈൻഡ് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും, ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. ഇങ്ങനെ നമ്മുടെ ഡേയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോകാം. കാര്യം ഇന്ന് ഫുൾ ഡേ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് റൈക്കയ്ക്ക് ഒരു ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് പോയി. അവൾക്കും ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും വീഡിയോസൊക്കെ ഞാൻ ഇടാം, വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ, ടേക്ക് കെയർ.